തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കണ്ണൂർ ജില്ലയിൽ LDFും UDFും ഒരുപോലെ പ്രതീക്ഷയിലാണ്. ഇടതു കോട്ടയിൽ ഇത്തവണയും വിള്ളൽ വീഴില്ലെന്നാണ് LDFിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇത്തവണ വൻ മുന്നേറ്റമുണ്ടാക്കാമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ചരിത്രമാണ് കണ്ണൂരിന്. 2015 ആകെയുള്ള 1166 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 756 നേടിയത് LDF ആയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണാധിപത്യം. 8 നഗരസഭകളിൽ 5 ഭരണം. ജില്ലാ പഞ്ചായത്തിൽ 24-ൽ 15 ഡിവിഷനുകളും സ്വന്തമാക്കി. കോൺഗ്രസ് വിമതന്റെ സഹായത്തിൽ കോർപ്പറേഷനും 4 വർഷം ഭരിച്ചു. കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണയും പോരാട്ടം കടുക്കും. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെയും LJDയുടെയും വരവ് സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിയായിരുന്നു പ്രചാരണം. നല്ല പ്രതീക്ഷയോടെയാണുള്ളത്. അതിൽ ഒന്ന് കഴിഞ്ഞ ഈ 4 വർഷക്കാലം നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം UDFിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതെല്ലാം അവരുടേതാണ് എന്ന് പറയാൻ, പക്ഷേ ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരായ വിവാദങ്ങൾ പ്രചാരണ വിഷയമാക്കിയ UDFും വിജയപ്രതീക്ഷയിലാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ വിമത ഭീഷണികൾ നേരിടുന്നുണ്ടെങ്കിലും പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെടില്ലെന്നാണ് കണക്കുകൂട്ടൽ. എല്ലാ സ്ഥലങ്ങളിലും 55 ഡിവിഷനിലും ഐക്യജനാധിപത്യ മുന്നണി മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ 4.25 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ദുരവസ്ഥ. ജില്ലയിലെ ചില തദ്ദേശ സ്ഥാപനങ്ങളിലെങ്കിലും നിർണായക ശക്തിയാകാൻ കഴിയുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അവസാന മണിക്കൂറുകളിലും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. 24 കണ്ണൂർ. 24 2 വർഷത്തിന്റെ നിറവിൽ